മൊബൈൽ വെച്ചിട്ടുണ്ട് എന്നാ നോക്കാം. സൂറത്തു തകാസുർ എന്ന് കേൾക്കെ. അഊദു ബില്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين
ശ്രദ്ധിക്കാനുള്ളത് അൽഹാക്കും ആ എന്ത് ചെയ്യണം? ഇതെന്താ ഇനി നമ്മൾ പഠിച്ച് ഖതഇന്റെ ഹംസ, ഹംസത്തുൽ ഖത എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. ആ അപ്പൊ എങ്ങനെ ഓതണം? അൽഹാക്കുമുത് തകാസുർ. സു എന്ന് പറയണം. ആരോ ഒന്ന് സി പറഞ്ഞിട്ടുണ്ട്, അത് പാടില്ല. അപ്പൊ അൽഹാക്കുമുത് തകാസുർ. പിന്നെ ഹത്ത ഹാ വ്യക്താക്കണം. ഹത്ത സുർത്തുമുൽ മഖാബിർ. അവിടെ നിങ്ങള് മഖാബിർ എന്നാണ് പറയുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്. മഖാബിർ എന്നോ മഖാബിർ എന്നോ പറയേണ്ടത് ഉച്ചരിക്കേണ്ടത് രി എന്നാ ഉച്ചരിക്കേണ്ടത് രി എന്നാ ഉച്ചരിക്കേണ്ടത്. കാരണം എന്താന്ന് വെച്ചാല് മഖാബിർ മഖാബിർ എന്താ നിയമം എന്ന് വെച്ചാല് ഇതാണ്. റാഇന് സുക്കൂന് വരിക, മുമ്പുള്ള അക്ഷരത്തിന് എന്ത് വരിക? കെസ്റും വരിക. അങ്ങനെ ആകുമ്പോൾ തർക്കീക്കായിട്ട് ഉച്ചരിക്കണം. എന്താണ് തർക്കീക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തർക്കീക്ക് എന്ന് പറഞ്ഞാല് സ്വരഭാരം കുറച്ചുകൊണ്ട് ഉച്ചരിക്കാം. സ്വരഭാരം കുറച്ചുകൊണ്ട് ഉച്ചരിക്കാം. അതിനാണ് എന്ത് പറയുന്നത്? മക്കാബിർ എന്ന് പറയുന്നത്. സ്വരഭാരം കുറച്ചുകൊണ്ട് ഉച്ചരിക്കുന്നതിനാണ് മക്കാബിർ. ഇപ്പൊ ബലൂൺ നമ്മളിപ്പം സ്വരഭാരത്തോടു കൂടി എങ്ങനെ ഉച്ചരിക്കാം? അതിന് പറയാം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് തഫ്ഹീം എന്ന് പറയുന്നത്. തഫ്ഹീം അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തഫ്ഹീം എന്ന് പറഞ്ഞാല് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു കട്ടിപ്പത്തിരി എന്നൊക്കെ പറഞ്ഞു, പത്തല് അല്ലെ, ടയർ പത്തിരി, അതിനൊക്കെയാണ് മുഫഹം എന്ന് പറയുന്നത്. തർക്കി എന്ന് പറഞ്ഞാൽ നൈസായ പത്തിരിക്കാണ് തർക്കി. കുബുസ് തർക്കി, മുറക്കത്ത് എന്നൊക്കെ കാണാം. അപ്പൊ തർക്കിക്ക് പറഞ്ഞാല് സ്വരഭാരമില്ലാതെ കട്ടില്ലാതെ ഉച്ചരിക്കാം. അതിനാണ് എന്ത് പറയാ? അങ്ങനെ അതിനൊരു നിയമമുണ്ട്. റായിന് സുക്കൂൻ വരിക, അതിന്റെ മുമ്പുള്ള അക്ഷരത്തിന് കെസ്റും വരിക. അവിടെ ബിന്ന് കെസ്റ് വന്നില്ലേ? അപ്പൊ എങ്ങനെ അതാ? ഹത്താ ദുർതുമുൽ മഖാബിർ, ഹത്താ ദുർതുമുൽ മഖാബിർ എന്നാണ് ഓതേണ്ടത്. പിന്നെ അതിന് പറയുന്ന പേരാണ് മുറക്കായി. റായിനെ മുറക്കായിട്ട് ഉച്ചരിക്കാം. റായിനെ മുഫഹമായിട്ട് ഉച്ചരിക്കേണ്ട രംഗണ്ട് അവിടെയല്ല. പിന്നെ കെല്ല, അവിടെ ചെറിയൊരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ശ്വാസം അയക്കണ്ട. കെല്ല സൗഫ തഅലമൂൻ. നിങ്ങൾ ഹമ്പുമ്മലൊക്കെ പോലെ, ഹമ്പുമ്മ പോകുമ്പോ എന്താ ചെയ്യാ? ബ്രേക്ക് പിടിക്കുന്നുണ്ടോ? ഇല്ല, അതേപോലെ പോണെന്നാ. കെല്ല സൗഫ യഅലമു തഅലമൂൻ. അവിടെ കെല്ല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഒരു സ്റ്റോപ്പ് ഇല്ല, പക്ഷെ സ്റ്റോപ്പ് ഉണ്ട്. ആ രൂപത്തിൽ പോണെന്നാ. പിന്നെ സുമ്മ എന്ത് ചെയ്യണം? മടിക്കണം. ശ്രദ്ധയുള്ള മീൻ വരുമ്പോ ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം, ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. സുമ്മ ഇദ്ഗാം ചെയ്യാന്ന് നമ്മൾ എന്ത് പഠിച്ചിരുന്നത്? മരുഭൂമിയിലെ തള്ളമാൻ കുഞ്ഞിനെ വിളിക്കണം, കുഞ്ഞ് നഷ്ടപ്പെടുമ്പോ കുഞ്ഞിനെ വിളിക്കണം. ആ മ്യൂസിക്കാണ് ഇത്. പിന്നെ ഉന്നത്ത് എന്ന് പറഞ്ഞാൽ ആ ശബ്ദം ഉണ്ടാക്കണം. സുമ്മ തരിമൂക്ക് 2 പ്രാവശ്യം ധരിപ്പിക്കണം. ആ രൂപത്തിലാണ് സുമ്മ. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ ഓതാൻ പാടില്ല. എങ്ങനെ ഓതണം? സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അപ്പോൾ അതിന്റെ ആശയം ഇങ്ങോട്ട് പൂർത്തിയാവുള്ളൂ. പിന്നെ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. അവിടെയൊക്കെ തഅലമൂൻ എത്ര നീട്ടണം? തഅലമൂൻ എത്ര നീട്ടേണ്ടത്? തഅലമൂൻ നീട്ടേണ്ടത് 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിപ്പോ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, കാരണം ഈ നൂനിന്റെ മുമ്പുള്ള അക്ഷരം വാവാണ്. അവിടെ നിങ്ങൾ സ്റ്റോപ്പും ചെയ്യുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? 3 നിയമം ഒത്തു വരണം. ഒന്ന്, പിന്നെ നമ്മളിവിടെ നൂന് അതിന് വഖഫ് ചെയ്യുമ്പോൾ സുക്കൂന് വരുന്നുണ്ട്, അതിന് മുമ്പ് വാവും വരുന്നുണ്ട്, പിന്നെ വഖഫും വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അപ്പൊ എങ്ങനെ ഓതണം? കല്ലാ സൗഫ തഅലമൂൻ. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. കല്ലാ
ലൗ തഅലമൂന ഇൽമൽ യഖീൻ ഔ മണം നീട്ട. അവിടെ യഖീൻ എന്തുകൊണ്ടാണ് നീട്ടിയത്? യാ വരുന്നുണ്ട് അല്ലേ, സ്റ്റോപ്പ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ അവിടെയും 4 മുതൽ 6 കതിർ വരെ നീട്ടണം. പിന്നെ ലതറവുന്നൽ ജഹീം, അവിടെ നൂനിനെ എന്ത് ചെയ്യണം? ആ ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. ആ മരുഭൂമിയിലെ മാൻ ഉണ്ടാക്കുന്ന ശബ്ദം ഉണ്ടാക്കണം. ലതറവുന്നൽ ജഹീം, ആ ജഹീമും അതേപോലെ നീട്ടണം. പിന്നെ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, അവിടെ യഖീൻ നീട്ടണം. ലതറവുന്ന ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. പിന്നെ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അവിടെയും ആ നൂനിനെ ശ്രദ്ധ പിന്നെ ഉന്നത്ത് വേണം. അലിഫിന് എന്തുണ്ടാവില്ല, അവിടെ ഉച്ചാരണം ഉണ്ടാവില്ല. ലാമിനും എന്തില്ല, അന്നഈം എന്ന് പറഞ്ഞ അലിഫും ലാമിനും ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെ ഓതണം? അനിൻ നഈം. എല്ലാവരും കൂടി നോക്കിക്കാൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. എന്തെങ്കിലും തജ്വീദ് സംശയം ഉണ്ടോ? ക്ലിയർ അല്ലേ? لتسألن يومئذ, അവിടെ യൗമഇദിൻ, അവിടെ ദിൻ എന്നുള്ളത് എന്ത് ചെയ്താൽ മതി? ഇദ്ഹാർ ചെയ്താൽ മതി. അവിടെ മണിക്കാൻ പോകാൻ പാടില്ല. യൗമഇദിൻ അനിൻ നഈം, അവിടെയാണ് മണിക്കേണ്ടത്. അനിൻ നഈം. വേറെന്തെങ്കിലും ഓക്കെ, എന്നാ പറഞ്ഞോളി. അൽഹാകുമുത് തകാസുർ, എന്താ? പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അൽഹ എന്ന വാക്കിന്റെ അർത്ഥം ലഘുവിലാക്കിയിരിക്കുന്നു. കും നിങ്ങളെ, അത്തകാസുർ പെരുമ നടിക്കൽ, ദുരഭിമാനം നടിക്കൽ എന്നൊക്കെയാണ് പദത്തിന്റെ അർത്ഥം. ഹത്താ ദുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ശ്മശാന സ്ഥലം സന്ദർശിക്കുന്നത് വരെ ആ പെരുമ നടിക്കൽ ഉണ്ടാവുന്ന. കല്ല എങ്കിൽ അങ്ങനെയല്ല, സൗഫ തഅലമൂൻ വഴിയെ നിങ്ങൾ അറിഞ്ഞുകൊള്ളും. സുമ്മ കല്ല വീണ്ടും അങ്ങനെയല്ല, സൗഫ തഅലമൂൻ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ഉറപ്പായിട്ടുള്ള ആ അറിവ് നിങ്ങൾ അറിയുന്ന പക്ഷം, ലതറവുന്നൽ ജഹീം ആ നരകത്തെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ ഉറപ്പായിട്ടും കണ്ണുകൊണ്ട് ആ നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എല്ലാ സുഖസൗകര്യത്തെ സംബന്ധിച്ചും അന്ന് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ ആദ്യം പറഞ്ഞത് അൽഹ എന്നാണ്. അൽഹ ആദ്യത്തെ പദം അൽഹ. എന്ത് അൽഹ എന്ന് പറയുന്നത്? ലഘുവ് എന്ന് കേട്ടില്ല നിങ്ങൾ? ആ, എന്തിനാ ലഘുവ് അറബി പറയാ? ലഘുവ് അല്ല, വിനോദം എന്ന് കേട്ടില്ല? വിനോദം, ആ വിനോദത്തിനാണ് എന്ത് പറയാ? ലഘുവ്. കളിക്കെന്താ പറയാ? ലഇബ് അല്ലേ? മറ്റേ പറയാ ലഘുവിന് വിനോദം. ഇന്നമൽ ഹയാത്തു ദുനിയ ലഇബുൻ വലഹുബുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് എന്നൊരു ആയത്തിൽ പറയുന്നതാണ്. അവിടെ ഐഹിക ജീവിതം കളിയാണ്, വിനോദമാണ് എന്ന് പറയുന്നുണ്ട്. ഐഹിക ജീവിതം കളിയാണ്, വിനോദമാണ്.
ആ ലഘുവ് എന്ന പദത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? അൽഹ എന്ന പദം ഉണ്ടാവുന്നത്. ലഘുവ് എന്ന് പറഞ്ഞാൽ അൽഹ എന്ന് പറഞ്ഞാൽ വിനോദത്തിലാക്കി, ലഘുവിലാക്കിയിരിക്കുന്നു എന്നാണ്. അശ്രദ്ധയിലാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ലഘുവിലാക്കിയിരിക്കുന്നു. തക്കാസുർ എന്ന് പറഞ്ഞാൽ കെസിറത്ത് നടിക്കുക, പെരുമ നടിക്കുക. എന്ത് കാര്യത്തിലാ പെരുമ നടിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിവിടെ എടുത്തു പറഞ്ഞിട്ടില്ല. എന്തേ പറയാഞ്ഞ്? മനുഷ്യന് ഒരുപാട് കാര്യത്തിൽ പെരുമ നടിക്കും. ഒന്ന്, അതുകൊണ്ടാണ് അത് പറയാതെ പോയത്. ഇന്ന കാര്യത്തിൽ പെരുമ നടിക്കുക അല്ലെങ്കിൽ ഇന്ന കാര്യം പറഞ്ഞുകൊണ്ട് പെരുമ നടിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. പറയാത്തതിന് കാരണം മനുഷ്യന്റെ പെരുമ നടിക്കുന്ന വിഷയങ്ങൾ 1, 2, 3 എന്നല്ല. സാധാരണ നമ്മൾ കൂടുതലായി കാണാറുള്ളത് ഏത് വിഷയത്തിലാണ്? സമ്പത്താണ്. അതുകൊണ്ടാണ് സമ്പത്തിലും അതേപോലെ തന്നെ മക്കളിലും പെരുമ നടിക്കുക എന്ന അർത്ഥം പറഞ്ഞവരുണ്ട്. അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങളുണ്ട്. പിന്നെ സമ്പത്തും പിന്നെ ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിന്റെ പട്ടാളക്കാർ, ഞങ്ങൾക്ക് ഇത്ര പട്ടാളുണ്ട് അല്ലെ, ഞങ്ങൾക്ക് ഇത്ര സൈന്യം ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് പെരുമ നടിക്കുക. പിന്നെ ചില ആളുകൾ എന്റെ വീട്ടിൽ ഇത്ര സേവകരുണ്ട്, ഇത്ര വൃത്യരുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പെരുമ നടിക്കണം. അല്ലെങ്കിൽ ഒരാളുടെ ജോലി, സ്ഥാനം, മാനം, നേതൃത്വം ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പെരുമ നടി. അപ്പം മനുഷ്യൻ പെരുമ നടിക്കുന്ന വിഷയങ്ങൾ ധാരാളമാണ്. ആ ഓരോന്നും എണ്ണി പറയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് അല്ലാഹു തആല എന്ത് പറഞ്ഞു? അൽഹാക്കുമുത് തകാസുർ. ഈ പെരുമ നടിക്കൽ ഇന്ന വിഷയം എന്ന് പറയാതെ ഓരോ മനുഷ്യനും ഓരോ കാര്യത്തിലായിരിക്കും പെരുമ നടിക്കുന്നത്. ഞാനൊരു കാര്യത്തിൽ നടിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സമ്പത്തിന്റെ കാര്യത്തിലാവും, മറ്റൊരാൾ മക്കളുടെ കാര്യത്തിലാവും, മറ്റൊരാളുടെ ജോലിയും സ്ഥാനവും വിദ്യാഭ്യാസവും ക്വാളിഫിക്കേഷനും ഒക്കെ വെച്ചിട്ടായും അയാൾ പെരുമ നടിക്കണത്. ചില ആളുകളുടെ വീടിന്റെ വലിപ്പം കാണിച്ചു കൊടുത്തിട്ടാവും, അല്ലെങ്കിൽ പറമ്പിന്റെ വിസ്തീർണം കാണിച്ചു കൊടുത്തിട്ടാവും അല്ലെ, അല്ലെങ്കിൽ ഇത്ര വാഹന വ്യൂഹം എനിക്കുണ്ട്, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും ആഡംബര കാറുകൾ വാഹനമുള്ളവനാണ് ഞാൻ. ഇങ്ങനെ പറഞ്ഞ് പെരുമയുടെ മേഖല ഒരുപാട് വിശാലമായി കിടക്കണം. ഈ വിഷയത്തിലൊക്കെ പെരുമ നടിക്കൽ മനുഷ്യനെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. ഏതുവരെ പെരുമ നടിക്കും മനുഷ്യൻ? അതൊക്കെ ലഘുവിലാക്കിയിരിക്കുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഈ ലഘുവ് എന്ന് പറയുന്നത് അത് ആദ്യം പഠിക്കണത്. ലഘുവ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. എന്താ ലഘുവ്? നമ്മൾ പഠിച്ചത് എന്തെങ്കിലും ഓർക്കുണ്ടോ നിങ്ങൾ? കളി തമാശ നമ്മളതില് മലയാളത്തിൽ പറയാം. ശരിക്കും അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മനുഷ്യന്റെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിട്ട് ആ സുപ്രധാനമായ കാര്യം ചെയ്യാതെ അപ്രധാനമായ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതിനാണ് എന്ത് പറയാ? ലഘുവ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു ഓർക്കുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മനഃശാസ്ത്ര അധ്യാപകൻ കുട്ടികളോട് പറയുന്നുണ്ടല്ലോ, എന്താ? ആ അധ്യാപകൻ 3 കീസുമായിട്ട് വരികയാണ്, ഒരു കാലി ബക്കറ്റുമായിട്ട് വരികയാണ്. ഒരു കീസിൽ എന്താ ഉള്ളത്? വലിയ പാറക്കൽ, രണ്ടാമത്തേലോ ചെറിയ പാറക്കൽ, മൂന്നാമത്തേലോ മണൽ. ഈ 3 കീസിലുള്ളതും ഈ കാലി ബക്കറ്റ് നടക്കണം എന്ന് പറഞ്ഞപ്പോ കുട്ടികളൊക്കെ എന്തായി? ഓരോരുത്തരും ഓരോ രൂപത്തിലാക്കി. പക്ഷെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവസാനം അധ്യാപകൻ കാണിച്ചു കൊടുക്കണം എന്താ? വലിയ പാറക്കല്ലിടണം കാലി ബക്കറ്റിൽ, പിന്നെ അതിന്റെ ഓൾസിലൂടെ ചെറിയ കല്ലിടണം, പിന്നെ അതിന്റെ ഓൾസിലൂടെ എന്തിടണം? മണൽ തിരികണം. എങ്കിൽ ആ ബക്കറ്റിൽ എല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കും. ഇതാണ്, ഈ ബക്കറ്റാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ദുന്യവിയായ ഐഹികമായ നമ്മുടെ ജീവിതമാണ് ഈ ബക്കറ്റ്, ഈ കാലി ബക്കറ്റ്. ആ കാലി ബക്കറ്റിൽ ആദ്യം നമ്മൾ എടുത്തിടേണ്ടത്, നിറയ്ക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അവനവൻ ചെയ്യേണ്ട സുപ്രധാനമായ കാര്യങ്ങളാണ്. എന്താ അവനവൻ ചെയ്യേണ്ട സുപ്രധാനമായ കാര്യം എന്ന് പറഞ്ഞാൽ? സുപ്രധാനമായ കാര്യം ഉണ്ടാവും, അപ്രധാനമായ കാര്യം ഉണ്ടാവും, വളരെ അത്രയും പ്രധാനമില്ലാത്ത കാര്യം ഉണ്ടാവും. സുപ്രധാനം, പ്രധാനം, അപ്രധാനം, ഇങ്ങനെ 3 തരത്തിൽ കാര്യം ഉണ്ടാവും അല്ലേ? വലിയ കല്ല്, രണ്ടാമത്തെ കല്ല്, മണൽ. അപ്പൊ ഈ ആളുകൾ എന്ത് ചെയ്യും? ഈ വലിയ കല്ലിന്റെ പിന്നാലെ മനുഷ്യൻ അവനവൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്യാതെ ഈ മണൽത്തരികളുടെ ഇടയിലൂടെ പോകും. ഇപ്പൊ ഉദാഹരണമായിട്ട് ബാപ്പുണ്ടാവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അപ്പോഴേക്കാരും എന്ത് ചെയ്യും? മക്കള് ടൂറ് തീരുമാനിക്കുക. ടൂറ് പിന്നെ വിരോധിച്ച കാര്യം? ടൂർ അനുവദനീയമാണ്, വിനോദം അനുവദനീയമാണ്. പക്ഷെ ആ കുട്ടികൾക്ക് ആ സമയത്ത് അവിടെ ചെയ്യാൻ, ബാപ്പ ഹോസ്പിറ്റലിലാകുമ്പോൾ കുട്ടികൾ ടൂർ പോലെ
പോയിക്കൂടെ വെച്ചാ പോവാ, പക്ഷെ പോലാണോ? ഇല്ല. ആ വാപ്പയെ മാതാപിതാക്കളെ പരിചരിക്കലാണ് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം, സുപ്രധാനം. അത് കഴിഞ്ഞിട്ടാണ് ടൂറ് പോകേണ്ടത്, അല്ലേ? ഇതേപോലെ ഞാനിപ്പോ എന്തോ ജോലിയിലാണ്, ജോലി അനുവദനീയമാണ്, ജോലി ചെയ്യേണ്ടതാണ്. പക്ഷേ നമസ്കാര സമയമായിട്ടും അതിന്റെ സമയം തെറ്റിയിട്ട് പോലും ഞാൻ നമസ്കരിക്കണില്ല എങ്കിൽ ഞാൻ ചെയ്യേണ്ട കർമ്മം മറ്റൊരാൾ ചെയ്യോ? ഇല്ല. ആ നമസ്കാരം ടൈം കഴിഞ്ഞാട് പോവും, സമയം തെറ്റിയാ പോവും. അതുകൊണ്ട് വളരെ സുപ്രധാനമായ വലിയ പാറക്കല്ലാണ് ഞാൻ നിർവഹിക്കേണ്ട നമസ്കാരം, ഞാൻ നിർവഹിക്കേണ്ട സക്കാത്ത്, ഞാൻ നിർവഹിക്കേണ്ട നോമ്പ്, ഞാൻ നിർവഹിക്കേണ്ട ആരാധനാകർമ്മങ്ങൾ, ഞാൻ നിർവഹിക്കേണ്ട അധികാറുകൾ, പിന്നെ പ്രാർത്ഥനകൾ. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണം എനിക്ക്. അത് ചെയ്യാതെ ഈ മണൽത്തരികളെ പോലുള്ള അപ്രധാനമായ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതിനാണ് എന്ത് പറയാ? ലഹു. നമ്മുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ അള്ളാഹ് പറയുന്ന ഈ സ്വഭാവമുള്ളൊക്കെ ഉണ്ടാവും. അള്ളാഹ് പറയുന്ന ഈ സ്വഭാവമുള്ളൊക്കെ ഉണ്ടാവും. ഒരു പെരുന്നാളാണെങ്കിൽ ചിലപ്പം വളരെ നല്ല ഡ്രസ്സും വില പിടിച്ച പാന്റും കുപ്പായും ഒക്കെ ഇട്ടുണ്ടാവും, നിസ്കരിക്കാൻ പോയിട്ടുണ്ടാവും, അല്ലേ? അങ്ങനെ എത്ര മക്കളുണ്ട് ആലോചിച്ച് നോക്കിയാൽ, അങ്ങനെ എത്ര കുടുംബമുണ്ട്. ആ നിസ്കാരമാണ് അവിടെ പ്രാധാന്യം. പെരുന്നാൾ എന്ന് പറഞ്ഞ ഒരു ആരാധനയാണ്, ഇബാദത്താണ്. ആ ഇബാദത്തിന്റെ പ്രധാന ഭാഗമാണ് പെരുന്നാൾ നമസ്കാരം എന്ന് പറയുന്നത്. അത് നിർവഹിക്കാതെ നമ്മൾ വളരെ ക്വാളിറ്റിയുള്ള വലിയ മുന്തിയ വില കൊടുത്ത ഡ്രസ്സ് എടുത്തുകൊണ്ട് പെരുന്നാളാവോ? ഇല്ല. അതാണ് മനുഷ്യന്റെ സ്വഭാവം. ഇങ്ങനെ ഓരോ കാര്യം എടുത്തു നോക്കിയാലും, മനുഷ്യൻ ചെയ്യണ ഏതേത് കാര്യം എടുത്തു നോക്കിയാലും സുപ്രധാനമായ കാര്യം ചെയ്യാതെ അപ്രധാനമായ കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോഴാണ് മനുഷ്യൻ എന്തുണ്ടാവുക? ഓനാകെ താറുമാറാവുക. ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും, നമ്മളെ ജോലിയുടെ കാര്യമാവട്ടെ, മറ്റേ കുടുംബപരമായ കാര്യമാവട്ടെ, വീട്ടിലെ കാര്യങ്ങളാവട്ടെ, അതൊക്കെ അവനവൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവനവൻ ചെയ്യണം. അതാണ് സുപ്രധാനം എന്ന് പറയുന്നത്. അത് നിർവഹിക്കാതെ നാം മറ്റുള്ള കാര്യം ചെയ്യാൻ പോകുമ്പോൾ എന്തുണ്ടാവും? ജീവിതം പിന്നെ അല്ലാഹു തആല പറഞ്ഞതുപോലെ അൽഹാ, നിങ്ങൾ അശ്രദ്ധയിലാക്കും. നിങ്ങൾക്ക് പിന്നെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല? ചെയ്യാൻ പറ്റൂല. ആ രൂപത്തിൽ ആയിത്തീരും നിങ്ങളുടെ ജീവിതം. അതുകൊണ്ടാണ് അൽഹാകുമുത് തകാസുർ. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു. ഇപ്പോ എന്റെ വീട്ടിലെ കാറ് ആ ഇന്ന കമ്പനിയാണ് എന്ന് പറഞ്ഞൊക്കെ അങ്ങനെ എന്താക്കും? പെരുമ നടിക്കും. ആ പെരുമ നടിക്കുന്നതോടുകൂടി എന്ത് ചെയ്യും? പിന്നെ എന്തൊരു ഉദ്ദേശത്തിനാണോ അത് വാങ്ങി അതിന്റെ എല്ലാ കൂലി നമുക്ക് നഷ്ടപ്പെടും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കുക, പറഞ്ഞാൽ തീരൂല. അപ്പൊ അൽഹാകുമുത് തകാസുർ ഇത് ഏതുവരെ ഉണ്ടാവും എന്നാ പറയുന്നത്? ഹത്ത. എന്ത് ഹത്ത എന്ന് പറഞ്ഞാല്? ഹത്ത എന്ന് പറഞ്ഞാൽ എന്താ? വരെ എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ നമ്മൾ വരെ എന്ന് പറയണം. എന്താണ് എന്താ വരെ എന്ന് പറയുന്നത്? ഈ പെരുമ നടിക്കൽ അത് അവന്റെ മരണം വരെ തുടർന്നു കൊണ്ടേയിരിക്കുന്ന, അല്ലേ? ഓന്റെ ജീവിതത്തിൽ മുഴുക്കെ എപ്പോഴത് നിൽക്കുക? ഈ പെരുമ നടിക്കല് മരിക്കുമ്പോഴേ നിൽക്കുള്ളൂ, അല്ലേ? മരണം മുമ്പിൽ കാണുമ്പോഴാണ് മനുഷ്യന്റെ പെരുമ നടിക്കലും പത്രാസ് നടിക്കലും ഒക്കെ നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഹത്ത എന്ന് പറയുന്നത്. ഇല എന്ന് പറയാതെ ഹത്ത. ഹത്ത എന്ന് പറഞ്ഞാൽ വായത്തിന് ഉദ്ദേശിക്കണാണെന്ന്. എന്താ ഈ വായത്ത് അറിയണത്? വായത്ത് പറഞ്ഞാൽ അങ്ങേ അറ്റം എന്നുള്ളതിനാണ് എന്ത് പറയാ? വായത്ത്. ലാസ്റ്റ് പരിധി എന്ന് പറഞ്ഞാൽ ബോർഡറിൽ എത്തുന്നത് വരെ. എന്താ ഈ ബോർഡർ? മരണം, അല്ലേ? ഒരു മനുഷ്യന് ദുനിയാവിൽ വെച്ച് മരണം സംഭവിക്കുന്നത് വരെ എന്തുണ്ടാവും? ഈ പെരുമ നടിക്കലുണ്ടാവും. പിന്നെ പറയാ സുർത്തും. സാറ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? സാറ, സിയാറത്ത്, വിസിറ്റ്, വിസക്ക് എന്താ പറയാ? സിയാറ എന്ന് പറയും, അല്ലെ? വിസിറ്റ് ചെയ്യണേന് സിയാറ എന്ന് പറയും. എന്താ സുർത്തും എന്ന് പറഞ്ഞാല്? നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. നിങ്ങള് സന്ദർശിക്കുന്നത് വരെ. എന്താ സന്ദർശിക്കുന്നത്? എന്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ സന്ദർശിക്കുക എന്ന് പറഞ്ഞത്? ശരിക്കും നമ്മളിപ്പോ ദുനിയാവിൽ എന്താ പറയുന്നത്? നിങ്ങൾ കുവൈത്തിൽ നിൽക്കണേന് എന്താ പറയല്? കുവൈത്തിൽ നിൽക്കണേന് എന്താ പറയല്? ഇക്കാമ എന്നല്ലേ പറയാ, അല്ലെ? ഇവിടെ ഇക്കാമുള്ളവർ, ഞാൻ ഇവിടെ താമസിക്കുന്നവനാണ് എന്ന് പറയുന്നത് എന്താ? ഇവിടെ മുക്കീം എന്ന് നമ്മളെ പറ്റി പറയും, അല്ലേ? എന്നാൽ ആ പദപ്രയോഗം അല്ലാഹു ഖബറിന് ഉപയോഗിച്ചില്ല. അവിടെയും നമ്മൾ താമസിക്കല്ലേ, അവിടെ നിൽക്കല്ലേ ഖബറിൽ. പക്ഷെ മുക്കീമീന അൽ മക്കാബിർ എന്ന് പറഞ്ഞില്ല.
അവിടെ പറഞ്ഞത് സിയാറത്ത് എന്നുള്ള പദപ്രയോഗമാണ്. ഖബർ നമ്മൾ സന്ദർശിക്കണുള്ളൂ. എന്താ അങ്ങനെ പറയാൻ കാരണം? ആ ഖബറിൽ നമ്മൾ എന്തുണ്ടാവൂല, സ്ഥിരമായിട്ടുണ്ടാവൂല. അവിടെ നമ്മൾ മടങ്ങിപ്പോവും അല്ലേ? എങ്ങോട്ടാ മടക്കം? വന്നയിടത്തേക്ക് തന്നെ മടങ്ങണേനാണല്ലോ എന്ത് പറയാ, സിയാറത്ത്. നമ്മൾ കുവൈറ്റ് സന്ദർശിച്ചു പറയുമ്പോ നിങ്ങൾ എവിടുന്നാ വന്ന്, ഇന്ത്യയിൽ നിന്നാണെങ്കിൽ കേരളത്തിൽ നിന്നാണെങ്കിൽ ആ കേരളത്തിലേക്ക് നിങ്ങൾ മടങ്ങൂലേ, ആ കുവൈത്തിൽ നിന്ന് മടങ്ങൂലേ, അങ്ങനെയുള്ളതിനാണ് എന്ത് പറയാ, സിയാറത്ത്. ഇതേപോലെ നമ്മള് ഖബറിൽ നിന്ന് വീണ്ടും ഒരു മടക്കുണ്ട്. എങ്ങോട്ട്? എവിടുന്നാ നമ്മൾ വന്നത്? ആദ്യം നമ്മൾ എവിടുന്നാ വന്നേ? എവിടുന്നാ നമ്മൾ വന്നേ? ആലോചിച്ച് നോക്കിയാണ്. സ്വർഗത്തുനിന്നാണ്. സ്വർഗത്തുനിന്നാണ്. ആദം നബി അലൈഹി സ്വലാമിന് അള്ളാഹു ആദ്യം എവിടെ സൃഷ്ടിച്ചത്? സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ നിന്നാണ് പിന്നെ ഭൂമിക്കട് വന്നത് അല്ലെ? അപ്പോ അവിടേക്ക് നമ്മൾ മടങ്ങും, അഥവാ ആ പരലോകത്തേക്ക് നമ്മൾ മടങ്ങും. വീണ്ടും എവിടുന്ന്? ആ ഖബറിൽ നിന്ന് മടങ്ങും എന്നതുകൊണ്ടാണ് അള്ളാഹു തആല എന്ത് ഉപയോഗിച്ചത്? ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന ആ പദപ്രയോഗം അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു, നിങ്ങളെ ശ്രദ്ധ തെറ്റിച്ച് കളയുന്നു. എന്ത്? അത്തകാതുർ, പരസ്പരം പെരുമ നടിക്കൽ. എന്തിനോടുള്ള പെരുമ നടിക്കലും പൊങ്ങച്ചം കാണിക്കലാണ്? ഭൗതികപരമായ കാര്യങ്ങളോടുള്ള പെരുമ നടിക്കൽ എന്നുള്ളതാണ്. ഇമാം മുസ്ലിം റഹ്മഹുല്ല റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. മുദ്രിഫ് എന്ന് പറയുന്ന സ്വഹാബി അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് പറയാണ്, ഖാല അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. വഹുവ യഖറ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഹാകുമുത് തകാസുർ എന്ന സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കാൻ. ഖാല, എന്നിട്ട് നബി പറഞ്ഞു, യഖൂലു ഇബ്നു ആദം, മനുഷ്യപുത്രൻ ഇങ്ങനെ പറയും, മാലി മാലി, എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് എന്ന് പറയും. അപ്പൊ അള്ളാഹിന്റെ റസൂൽ ചോദിക്കാം, മാലക യാ ഇബ്നു ആദം, ഓ മനുഷ്യപുത്ര, നിനക്ക് എന്താ ശരിക്കുള്ളത്? യഥാർത്ഥത്തിൽ നിനക്ക് അവകാശപ്പെട്ടത് എന്താ? ലൈസ ലക മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫനൈത. യഥാർത്ഥത്തിൽ നിന്റേത് എന്ന് അവകാശപ്പെടാൻ പറ്റുന്നത് നിന്റെ ജീവിതകാലത്ത് നീ ഭക്ഷിച്ചതും അങ്ങനെ ഭക്ഷിച്ച് നശിപ്പിച്ചതും മാത്രമാണ്. ഔ ലബിസ്ത, അല്ലെങ്കിൽ നീ ധരിച്ചതും ഫഅബലൈത, ധരിച്ചു നുരുമ്പിപ്പോയതും മാത്രമാണ് നിന്റേത്. ഔ തസദ്ദഖ്ത, അല്ലെങ്കിൽ നീ ദാനധർമ്മം ചെയ്തതും ഫഅംലൈത, ആ ദാനധർമ്മം നീ നടപ്പാക്കുകയും ചെയ്തത് മാത്രമാണ്. വമാസ സിവാദാലിക, ബാക്കിയുള്ളത് നിന്റേത്, മാലി മാലി എന്ന് പറയുന്ന നിന്റെ സമ്പത്തൊക്കെ ഫദാഹിബുൻ, അതൊക്കെ പോകും, അതൊക്കെ മറ്റുള്ളവർക്ക് പോകും. വതറകഹുലിനാസ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശമായി അത് മാറും എന്നുള്ളത് ആലോചിച്ചു. എത്ര കാലം ഈ കുവൈത്തിൽ നമ്മൾ അധ്വാനിക്കുന്നുവോ അത്രയും സമ്പത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താലും ഞാനും നിങ്ങളുമൊക്കെ തിന്നതും ധരിച്ചതും സദഖ കൊടുത്തും മാത്രമേ നമ്മുടേതായിട്ടുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ആർക്ക് പോകും? ഏത് അക്കൗണ്ടിൽ എത്ര സുരക്ഷിതമായി വെച്ചാലും മരണത്തോടു കൂടി അതൊക്കെ മറ്റുള്ളവർക്ക് പോകും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ആ സമ്പത്തിന്റെ കാര്യത്തിലോ കച്ചവടത്തിന്റെ കാര്യത്തിലോ മറ്റേത് കാര്യത്തിലോ മക്കളുടെ കാര്യത്തിലോ ഒക്കെ തകാസുർ, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ തകാസുർ പറയുന്ന ആളുകൾ അൽഹാക്കും, അവരിങ്ങനെ ഒരു വിനോദത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന. അതുകൊണ്ടാണ് അല്ലാഹു തആല അൽഹ, ലഹ്വ് എന്ന പദപ്രയോഗം ഉപയോഗിക്കാനുള്ള കാരണം. വിനോദം നമ്മളൊക്കെ ആഗ്രഹിക്കണല്ലേ. ആരാ വിനോദം കൊതിക്കാത്ത? ആരെങ്കിലും ഉണ്ടോ? ലഹ്വ് കൊതിക്കാത്ത ഒരു മനുഷ്യനുമില്ല. അതുകൊണ്ടാണല്ലോ ഇസ്ലാഹി സെന്ററൊക്കെ പുട്ടില് തേങ്ങണ്ടേക്ക് ഇങ്ങനെ ടൂർ പോകുന്നതാണ്. അത് കണ്ടില്ല നിങ്ങൾ? എപ്പോഴും ഉണ്ട്, ഏത് സംഘടന ഉണ്ടോ. കാരണം എന്താ? എല്ലാവരും ആളെ കിട്ടാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണത് അല്ലേ? ആ ടൂർ ഇങ്ങനെ സംഘടിപ്പിക്കും, ഏത് സംഘടനകളും ഉണ്ടാവും. അപ്പൊ അതിന്റെ പിന്നിലുള്ള എന്താ? വിനോദം. മനുഷ്യന്റെ പ്രകൃതിയാ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നു. ഈ വിനോദത്തിൽ മനുഷ്യൻ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം, ഞാൻ നേരത്തെ പറഞ്ഞ പാറക്കല്ല്, അത് ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലേ? അതില്ലാതെയാണോ ഞാൻ ഇതിന് വിനോദത്തിന് പോവാം, ഹലാലാണ്, മുബാഹാണ്. പക്ഷേ ഞാൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കാതെയാണോ ഞാൻ ആ കാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മരണം വന്നിട്ട് നമ്മൾ ഇങ്ങനെ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോ അയ്യടാ എന്ന് പറയേണ്ടി വരും എന്നുള്ള. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇത്ര താക്കീദിന്റെ സ്വരത്തിൽ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ
മക്കാബിർ എന്ന് പറയാനുള്ള കാരണം അല്ലേ? സൂറത്ത് കഹ്ഫ് ഓതില്ലേ നമ്മളൊക്കെ? സൂറത്ത് കഹ്ഫ് ഓതില്ലേ? ആ സൂറത്ത് കഹ്ഫിൽ ഒരു തോട്ടക്കാരുടെ സംഭവം അല്ലാഹു തആല വിവരിക്കുന്നുണ്ട് അല്ലേ? ഒരാൾക്ക് അല്ലാഹു തആല വദരിബ് ലക്കും മസലൻ റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അനാബിൻ വഅഫഫനാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർആ കിൽതൽ ജന്നതൈനി ആതതു കലഹാ വലം തളിൽ മിൻഹു ശൈആ വഫജ്ജർനാ ഖിലാലകുമാ നഖറാ وكان له ثمر فقال لصاحبه وهو يحاوره وانا اكثر منك مالا واعز نفرا ودخل جنته وهو ظالم لنفسه قال ما اظن ان تبيد هذه ابدا وما اظن الساعه قائمه ولئن رددت الى ربي لاجدن خيرا منها منقلبا قال له صاحبه وهو يحاوره وكفرت بالذي خلقك من تراب ثم من نطفه ثم سواك رجلا എന്ന് സൂറത്ത് കഹ്ഫിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഒരു സംഭവമാണ്. ഒരാൾക്ക് രണ്ട് കൂട്ടുകാർ. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ രണ്ട് തോട്ടം കൊടുത്തു. അങ്ങനെ എന്റെ രത്ന ചുരുക്കാണ് പറയുന്നത്, ആ തോട്ടത്തിലേക്ക് ഒരു കൂട്ടുകാരനെയും കൊണ്ട് കടന്നു ചെല്ലുക. ആ കൂട്ടുകാരൻ ആ തോട്ടം അതിന്റെ കായ്ക്കനികൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വരുമാനം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ നല്ല പച്ചപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സുഹൃത്തിനെയും കൊണ്ട് ആ തോട്ടത്തിലേക്ക് ഇങ്ങോട്ട് കയറാൻ. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ എന്റെ തോട്ടാണ് അല്ലേ, ഞാൻ ഏറ്റവും വലിയ ധനാഢ്യനാണ്, സമ്പത്തുള്ളവനാണ്, ഏറ്റവും വലിയ ഇസ്സത്ത് പ്രതാപമുള്ളവനാണ് ഞാൻ അല്ലേ എന്ന് ആ കൂട്ടുകാരനോട് പറഞ്ഞു. അപ്പൊ കൂട്ടുകാരൻ ചോദിച്ചു, ഇത് അള്ളാഹുവിൽ നിഷേധിക്കുകയാണോ? അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുകയാണോ? എങ്ങനെ ഏറ്റവും കൂടുതൽ വലിയ സമ്പത്തുള്ളവനാണെന്ന് പറയുന്നത്? അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കലാണത് എന്ന് പറഞ്ഞപ്പോ അപ്പൊ അയാൾ പറയാ, ഇനി അങ്ങനൊക്കെ ആണെങ്കിലും ഈ തോട്ടമൊക്കെ നശിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അന്ത്യനാള് വന്നാലും ഇതിനേക്കാൾ വലിയ തോട്ടം പടച്ചോൻ എനിക്ക് അവിടെ തരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഈ ദുരഭിമാനം, ഈ പൊങ്ങച്ചെന്നടിക്കല്, അങ്ങനെ അയാളുടെ തോട്ടം മുഴുവൻ ഒന്നടങ്കം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ. അയാളുടെ തോട്ടമൊക്കെ ഒന്നടങ്കം നശിച്ചു. അങ്ങനെ അയാൾ കൈമലർത്തുന്ന രംഗം വിശുദ്ധ ഖുർആൻ സൂറത്ത് കഹ്ഫിലൂടെ വിവരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. ഇനി നിങ്ങളൊന്നും ഇങ്ങനെ വന്നു നോക്കിയാൽ നമ്മൾ ജീവിക്കണ ഈ കാലഘട്ടത്തെ പല സംഭവങ്ങളും ഒരു പക്ഷേ ഇതായിരിക്കുമോ കാരണം? ഞാൻ ഉറപ്പിച്ചു പറയില്ല. ചിലപ്പോ ചില അറേബ്യൻ നാട്ടിലൊക്കെ അമ്പലം ഉണ്ടാക്കാനൊക്കെ അവസരം കൊടുക്കും അല്ലേ? ഒക്കെ കണ്ടില്ല നിങ്ങള്? അതേപോലെ തന്നെ മില്ലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് എല്ലാ മതങ്ങളെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു മതം, അതാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. അല്ലാതെ ക്രിസ്തു മതം, ജൂതമതം, ഇസ്ലാം എന്ന് പറഞ്ഞിട്ടല്ല, എല്ലാവർക്കും പോകാൻ പറ്റുന്നത് വേണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് വളം വെച്ചു കൊടുക്കുന്ന രാജ്യത്ത് ഒരു പക്ഷേ അല്ലാഹു തആല ചൂണ്ടലിടുന്ന പോലെ ഇങ്ങനെ ആ മീൻ കൊത്തും. ചൂണ്ടലിട്ട് ഞങ്ങളെവിടെയെങ്കിലും നാട്ടിൽ ചൂണ്ടലിടുമ്പോ എന്താ, മീൻ അങ്ങനെ കൊത്തി അങ്ങനെ വലിച്ചുകൊണ്ടു. അയാൾ എന്താ ചെയ്യാ, കുറെ അങ്ങോട്ട് എത്തുമ്പോ ഒരൊറ്റ വലിയൊരു ഈ മീൻ വിചാരിച്ച കിട്ടി കൊണ്ടുപോവാണ് അല്ലേ? ഇതേപോലെയാണ് നമ്മൾ തെറ്റിലിങ്ങനെ ഒഴുകുമ്പോ നമുക്ക് വേണ്ട എന്ത് തെറ്റും ചെയ്യാം. അള്ളാഹ് എന്നെ ഒന്നും ശിക്ഷിക്കണമെന്നില്ല. ഈ തോട്ടമൊക്കെ ഉണ്ടായിട്ട് ഇതുവരെ അതിനൊരു കാറ്റും കോളൊന്നും വന്നത് ഇതുവരെ നശിച്ചിട്ടില്ല. 10-70 വർഷമായിട്ട് ഇവിടെ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. എന്നാ 70 വർഷത്തിന് വരൂലേ? അപ്പതാ അങ്ങനെ അവിടെ പോകുമ്പം എല്ലാ വേണ്ടാവൃത്തിയും നടക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ അല്ലാഹു തആല വലിയ സുനാമി കൊണ്ടോ, വലിയ മഴ വർഷിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ വലിയ ഭൂമി കുലുക്കം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന കൊട്ടാരമൊക്കെ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്നതൊക്കെ നാം ചുറ്റുപാടും കാണുന്ന രംഗങ്ങളല്ലേ? ആലോചിച്ച് നോക്കുമ്പോൾ. അപ്പൊ ഇങ്ങനെയൊക്കെ പെരുമ നടിക്കുമ്പോൾ, ദുരഭിമാനം നടിക്കുമ്പോൾ, പൊങ്ങച്ചം നടിക്കുമ്പോൾ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ മനസ്സിലാക്കാതെ നാം വിനോദത്തിൽ ഇങ്ങനെ മുഴുകുമ്പോൾ ഇത്തരത്തിലുള്ള ശിക്ഷകൾ പിന്നാലെ വരും എന്ന ഒരു വലിയ പാഠമാണ് അതും നമ്മെ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് അൽഹാഖുമുത് തകാസുർ, ഏതാനും ചില കൊച്ചു വാക്കുകൾ അതിന്റെ പിന്നാമ്പുറത്ത് കിടക്കണ ആശയങ്ങൾ നിങ്ങൾ നോക്കി, മനുഷ്യന്റെ മൊത്തം അവൻ ജനിച്ചത് മുതൽ ദുനിയാവിനോട് വിട പറയുന്നവരെ ഓന്റെ ജീവിതത്തിന്റെ ആ ചിത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രണ്ട് വാക്കിൽ ഉൾക്കൊള്ളിച്ചത്. അൽഹാഖുമുത് തകാസുർ, മനുഷ്യന്റെ ജീവിത രീതി ഈ പ്രകാരമാണ്. ഓൻ ഇങ്ങനെ പൊങ്ങച്ചും പെരുമയും നടിച്ചുകൊണ്ടിരിക്കും, ആ വിനോദത്തിൽ ഇങ്ങനെ ഓൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോഴായിരിക്കും അള്ളാഹുവിന്റെ മരണം
അള്ളാഹു കണക്കാക്കിയ മരണം അവന് വന്നെത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ലഹ്വ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പക്ഷേ എന്ത് പാടില്ല, നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കാൻ പോകുന്നുണ്ടോ എന്ന്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഓതുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം. ഞാൻ നിങ്ങളൊക്കെ ഇപ്പം നോമ്പിന് കുറേ ഖുർആൻ ഞാനൊക്കെ ഓതിയില്ലേ, നമ്മൾ വേയാട് കത്തം തീർക്കും അല്ലേ? 2 കത്തം 10 കത്തം 20 കത്തം 7 കത്തം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഫുള്ളാടാക്കും. പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സൂറത്തുൽ ഫാത്തിഹയോ അല്ലെങ്കിൽ സൂറത്തുൽ തകാസുറോ, ഏത് സൂറത്താവട്ടെ, സൂറത്തുൽ ഇഖ്ലാസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊച്ചു സൂറത്തിനെ പറ്റി ചിന്തിക്കാൻ, തദബ്ബുർ ചെയ്യാൻ നമ്മൾ ഇതുവരെ മെനക്കെട്ടിട്ടുണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഖുർആനിന്റെ ബർക്കത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഖുർആൻ ചിന്തിക്കണം. അല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബർക്കത്ത് ബർക്കത്ത് വെറുതെ പറയാം. ശരിയായ ബർക്കത്ത് അനുഭവപ്പെടണമെങ്കിൽ, ആ ബർക്കത്തിന്റെ മാധുര്യം അങ്ങോട്ട് കുടിച്ചിറക്കണമെങ്കിൽ ഖുർആൻ ചിന്തിച്ചേ തീരും. ഖുർആൻ ചിന്തിക്കാതെ തബദ്ദുർ ചെയ്യാത്ത ഒരു പഠനവും ഖിറാഅത്തും യഥാർത്ഥത്തിൽ എന്തുണ്ടാവില്ല, ശരിയായ ബർക്കത്ത് കിട്ടൂല. ഖുർആന്റെ ഓരോ അക്ഷരത്തിനും കൂലിയുണ്ട്, ആയത്തിനും കൂലിയുണ്ട്. 70 മുതൽ 70,000 വരെയൊക്കെ കൂലിയുണ്ട് അല്ലെ, 800 വരെയൊക്കെ കൂലിയുണ്ട്. അതൊക്കെ ഓക്കെ. യഥാർത്ഥത്തിൽ നമുക്ക് അതിന്റെ മധുരം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? തദബ്ബുർ വേണം. എന്താ ഈ തദബ്ബുർ എന്ന് പറയുന്നത്? തദബ്ബുർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഖുർആൻ തദബ്ബുർ ചെയ്യണം. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ എന്ന് ഖുർആൻ ചോദിക്കണ്ടേ? അല്ല, ആ ഖുർആനിനെ പറ്റി അവർ തദബ്ബുർ ചെയ്തു ഓതുന്നില്ലേ? അതല്ല, അവരുടെ ഹൃദയങ്ങൾക്ക് കൂട്ടിട്ടിരിക്കുകയാണ്. അവിടെ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച തദബ്ബുർ എന്ന പദം എന്താ? ഈ തദബ്ബുർ ദുബുര ആണെന്താ? കുബുര ആണെന്താ? മുൻഭാഗം. ദുബുര ആണല്ലോ പിൻഭാഗം. തദബ്ബുർ എന്ന് പറഞ്ഞാൽ സ്വയം പിന്നോട്ട് ഇങ്ങനെ പോയി വെക്കാൻ. കുറെ പിന്നോട്ട് ഇങ്ങനെ, പിന്നെ നമ്മളിപ്പോ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും മുന്നോട്ട് പോയാലും ബാക്കോട്ട് പോയാലും എന്താ ഉണ്ടാവുക? ഇതിന് പിന്നോട്ട് പോയാൽ എന്താ ഉണ്ടാവുക? ഇത് തുറക്കേണ്ടി വരൂലേ? ഇതിലടി നിങ്ങൾ പോയാൽ എന്താ ഉണ്ടാവുക? വാതിൽ തുറക്കേണ്ടി വരും അല്ലേ? വാതിൽ തുറക്കേണ്ടി വരൂലേ? വാതിൽ തുറക്കണം. വാതിൽ തുറക്കുമ്പോ നമുക്ക് എന്താ ഉണ്ടാവുക? പറഞ്ഞോളി. പുതിയ കാഴ്ചകൾ, കാറ്റിങ്ങനെ കിട്ടും അല്ലേ? അങ്ങോട്ട് നോക്കണമെങ്കിലോ ജനവാതിൽ ഓർക്കണം. ജനവാതിൽ ഓർക്കുമ്പോൾ നമുക്ക് എന്താണ്? ഒരു വെളിച്ചവും കാറ്റും നമുക്ക് കിട്ടും. ഇതേപോലെ വിശുദ്ധ ഖുർആനിന്റെ ഓരോ പദങ്ങളുടെയും പിന്നോട്ടും മുന്നോട്ടും പുറത്തേക്കും ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ മനസ്സാകുന്ന ആ അകത്തളത്തിന്റെ ഒരു പ്രത്യേകം ഈമാനിന്റെ പ്രകാശം ഇങ്ങനെ കിട്ടും. മനസ്സിലാണ്ടെങ്കിൽ ഈ കാറ്റ് റൂമിലേക്ക് വരുന്നത് പോലെ ഈ വാതിലും ജനവാതിലും തുറന്നു വെക്കുമ്പോൾ കാറ്റ് ശുദ്ധമായ പ്രകൃതിയിലെ ശുദ്ധ കാറ്റ് വന്നിവിടെ ശുദ്ധമാകുന്നത് പോലെ മനുഷ്യൻ വിശുദ്ധ ഖുർആൻ ചിന്തിക്കാൻ വേണ്ടി, തദബ്ബുർ ചെയ്യാൻ വേണ്ടി അവന്റെ ബുദ്ധി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചിങ്ങനെ ഓടിക്കുമ്പോൾ, ഗൂഗിൾ ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ എന്തുണ്ടാവും? ഒരു ഈമാനിന്റെ പ്രകാശം ഇങ്ങനെ കടന്നു വരും അല്ലേ? ആ ഈമാനിന്റെ പ്രകാശം ഇങ്ങനെ കടന്നു വരുമ്പോൾ അവിടെ ഒന്നുകൂടിയ ചളികളും അഴുക്കുകളും നജസും ശിർക്കും ബിദഅത്തും ഒക്കെ അങ്ങോട്ട് പുറത്തു, ആ സത്യവിശ്വാസം അവിടെ ഉൾക്കൊള്ളും. ഇതാണ് തദബ്ബുർ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ലഭിക്കുന്നത്. അപ്പോൾ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ബിദഅത്ത് പോലുള്ള ദുരാചാരങ്ങളിൽ നിന്നും എന്തൊക്കെ ദുഷ്കർമ്മങ്ങളും ദുഷ്പ്രവൃത്തികളും ഉണ്ടോ അതിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ, തസ്കിയത്ത് ചെയ്യാൻ വിശുദ്ധ ഖുർആനിന്റെ പഠനം അഥവാ തദബ്ബുർ ചെയ്തുകൊണ്ടുള്ള പഠനം നമ്മെ പ്രേരിപ്പിക്കും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടൂ? ആ ഖുർആനിന്റെ മധുരം, ആ മധുരത്തോടു കൂടി അതങ്ങോട്ട് കുടിച്ചിറക്കാൻ, അതിങ്ങോട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മള് ആർക്കാനും വേണ്ടി ഇങ്ങനെ ഖുർആൻ ഓതും, അപ്പോഴായിരിക്കും നമ്മൾ ഇന്നലെ കണ്ട ഒരു സംഭവം ഇങ്ങനെ ഓർത്തിട്ട് നമ്മൾ ഇങ്ങനെ ചിരിക്കലുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ഇമാം ഇങ്ങനെ ഖുർആൻ ഓതുണ്ടാവും. എന്താ ഓതണമെന്ന് നമുക്കറിയില്ല. അപ്പൊ ഖുർആൻ ഖിറാഅത്ത് മാത്രം പോരാ, അത് പഠിക്കണം, അത് തദബ്ബുർ ചെയ്യണം. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ എന്തുണ്ടാവുള്ളൂ? അൽഹാകുമുത് തകാസുർ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഖുർആൻ ചിന്തിച്ചേ പറ്റും. ചിന്തിക്കാതെ ഒരിക്കലും അയമക്കയിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂല എന്നതാണ് അതിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഇപ്പോ ഇന്നത്തെ ചില രംഗങ്ങളാണ്. ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്വഭാവമുണ്ട്, അൽഹാകുമുത് തകാസുർ. നാട്ടിലൊക്കെ ഇങ്ങനെ സ്ത്രീകളുടെ ഗ്രൂപ്പ്, കുടുംബ ഗ്രൂപ്പ് ഇങ്ങനെ ഉണ്ടാവും. സ്ത്രീകൾക്ക് മാത്രമേ കണ്ടിട്ട്, നിങ്ങൾ പണ്ടൊന്നും ഇല്ലാത്തൊരു സ്വഭാവമാണ്. നിങ്ങളെ നാട്ടിലുണ്ടോ? ഉണ്ടാവും അല്ലേ? സ്ത്രീകൾക്ക് മാത്രം ഗ്രൂപ്പ്. എന്നിട്ടോ
അതുകൊണ്ട് ഇങ്ങനെ പകരടിക്കും. കൊടുത്തു. അതുകൊണ്ട് ഇങ്ങനെ പൊങ്ങച്ചെന്നടിക്കും. എന്താ പൊങ്ങച്ചെന്നടിക്ക? ഞങ്ങൾ അത് നടത്തി, ഇത് നടത്തി, ഞങ്ങൾ സ്വന്തം ടൂർ നടത്തി, ഇത് ഇങ്ങനെ ഓരോ കാര്യം പൊങ്ങച്ചം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ പാട്ട് കച്ചേരി നടത്തി ഇങ്ങനെയുള്ള ഒരു സ്വഭാവം നിങ്ങളെ നാട്ടിൽ. അപ്പം ഈ രൂപത്തിലുള്ള അൽഹാഖു മുത്തക്കാസുർ, ഇങ്ങനെ പൊങ്ങച്ചം നടിക്കുന്ന, ദുരിഭിമാനം നടിക്കുന്ന, തക്കാസ് നടിക്കുന്ന രീതി ഇന്ന് കൂടി വരുന്നത് കാണാം. അപ്പൊ എന്തിനാ ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആസ്വാദനത്തെ ഇസ്ലാം എതിർക്കുന്നില്ല. ഇതുകൊണ്ട് ഉണ്ടാവുന്ന എന്താ? ആ കുടുംബനാഥ അല്ലെങ്കിൽ ആ കുടുംബം നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും മറന്നുകൊണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതാണ് അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ ഇടയിലായിരിക്കും മരണം വന്നു പിടികൂടുന്നത്. ആലോചിച്ച് നോക്കുമ്പോൾ മരണത്തിന് വലിയ അഡ്രസ്സും ഉണ്ടോ? അതിന് വലിയ ഡേറ്റും കൊടുത്തനോ? അള്ളാഹ് കൊടുത്തനോ? നമുക്കറിയില്ല അല്ലേ? നമ്മൾ ഡേറ്റ് കൊടുത്തില്ലല്ലോ. അല്ല, ഏത് സമയത്തും മരണം നമ്മെ പിടികൂടും. ആ ഒരു ഓർമ്മ, ആ മരണത്തിന്റെ സമയത്തിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പ് അതിൽ നമ്മൾ ഉണ്ടാക്കണം എന്നതാണ് ഹത്താ ദുർത്തുമുൽ മക്കാബിർ എന്ന് പറയുന്നത്. അല്ലേ? ഒരു മലയാള കവിയുടെ പാട്ടുകൾ കേട്ടില്ലേ? നിങ്ങൾക്കറിയോ? എന്താണ് 3 കെട്ടും കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടില്ലേ? ആർക്കും അറിയില്ലേ കൂട്ടത്തിൽ? അല്ലേ? ആരും പാട്ട് കാണാനും ഇല്ലത്. അതന്നെ ഒന്ന് പാടിയാന്. കെട്ടുകൾ 3 കെട്ടി, അതന്നെ കട്ടിലിൽ നിന്നെയും ഏറ്റി. പിന്നെന്താണ്? 3 കഷ്ണം എന്തോന്നാണ്? 3 കഷ്ണം തുണിയും കെട്ടി. പിന്നെന്താണ്? അതിലൊരു ഇതുകൂടി പറയുന്നുണ്ട്, മുറിയാത്ത ദിക്റും ചൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട്. അപ്പം എന്തിനാ ഞാൻ പറയുന്നത്? ഇങ്ങനെ ഒരു രംഗം, ഒരു കട്ടിലിൽ കയറ്റി പോകുന്ന രംഗം എനിക്കും നിങ്ങൾക്കൊക്കെ വരാനുണ്ട് എന്ന ഓർമ്മ നമുക്ക് വേണം. ഒരു അറബി കവിതയിൽ ഇങ്ങനെ കാണാം, കുല്ലുബിന് ഉൻസ വ ഇൻ താലത്തു സലാമത്തുഹു യൗമൻ അലാ ആലത്തിൻ അദ്ബാഹ മഹ്മൂലു ഫഇദാ ഹമൽത ഇലൽ ഖുബൂരി ജനാദതൻ ഫഅലം ബി അന്നക ബഅദഹാ മഹ്മൂലു. അതിന്റെ ആശയം ഇങ്ങനെയാണ്: ഒരു പെണ്ണ് പ്രസവിച്ച എല്ലാ കുഞ്ഞും എത്ര കാലം ദുനിയാവിൽ നീണ്ട കാലം ജീവിച്ചാലും ഒരു ദിവസം ഈ മയ്യത്തും കട്ടിലിൽ പിന്നെ എന്ത് ചെയ്യും? വഹിക്കപ്പെടുന്നതാണ്. ഇനി നമ്മൾ മറ്റൊരാളുടെ ജനാദയും വഹിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ആ വഹിച്ചു കൊണ്ടുപോകുന്ന ഞാൻ ചിന്തിക്കൂല, ഇതേപോലെ എന്നെയും ആ ഖബറിലേക്ക് നാളെ വഹിച്ചു കൊണ്ടുപോകാനുള്ളത് എന്ന ചിന്ത എനിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പം ഹത്താ ദുർത്തുമുൽ മക്കാബിർ എന്ന ചിന്ത മനുഷ്യന് എല്ലാ സമയത്തും വേണമെന്നില്ല. രാത്രി എത്ര നീണ്ടാലും എന്തുണ്ടാവും? അത് ഒരു സുബി വരൂലേ, ഒരു പുലർച്ചെ വരൂലേ? ഇതേപോലെ ഒരു മനുഷ്യൻ 100, 200, 1000 വർഷം വരെ ജീവിച്ചാലും ഒരിക്കൽ മരിക്കൂലേ? മരണം എന്നത് സംഭവിക്കും. ആ സംഗതിയെ പറ്റി ഓർമ്മ വേണം. അതാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അതാനി ജിബ്രീൽ, നബിന്റെ അടുത്തേക്ക് ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഫഖാൽ, എന്നിട്ട് നബിയോട് പറഞ്ഞു, യാ മുഹമ്മദ് ഇശ് മാ ശിഅത ഫഇന്നക മയ്യിത്തുൻ. ഓ മുഹമ്മദ്, അനക്ക് ഇഷ്ടപ്പെട്ട പ്രകാരം ജീവിച്ചോ, നീ ഇച്ഛിച്ചത് പ്രകാരം ജീവിച്ചോ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, മയ്യിത്താവും. അല്ലേ? വഅഹ്ബിബ് മൻ ശിഅത. ഓ മുഹമ്മദ്, നീ ഇഷ്ടപ്പെട്ടവരൊക്കെ നീ ഉദ്ദേശിച്ചവരൊക്കെ ഇഷ്ടപ്പെട്ടവരൊക്കെ നീ കൂട്ടാളിയാക്കിക്കോ. ഫഇന്നക മുഫാരിഖു. ആ കൂട്ടാളിയൊക്കെ ഇഷ്ടപ്പെട്ടവരൊക്കെ വേർപെട്ടു പോകേണ്ടി വരും കേട്ടോ. വഅമൽ മാ ശിഅത. ഓ മുഹമ്മദ്, നിന്റെ ഇഷ്ടപ്രകാരം നീ പ്രവർത്തിച്ചോ. ഫഇന്നക മജ്സിയും ബി. ആ പ്രവർത്തനത്തിനൊക്കെ പ്രതിഫലം നൽകപ്പെടുന്ന, അതിനൊക്കെ ഹിസാബ് പറയേണ്ടി വരും കേട്ടോ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോ പഠിപ്പിക്കുന്ന ഒരു കാര്യം, വഅലം, മുഹമ്മദ് നബിയെ ഒരു താങ്കൾ കാര്യം മനസ്സിലാക്കണം, അന്ന ശറഫുൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ മാന്യത, ഇസ്സത്ത് എന്ന് പറയുന്നത് ഖിയാമുഹു ബില്ലൈൽ, രാത്രിയിൽ എണീറ്റുള്ള നമസ്കാരമാണ്. അല്ലേ? പണത്തിന്റെ പെരുമയല്ല, ഭൗതിക നേട്ടങ്ങളുടെ പെരുമയല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പോ ആ അള്ളാഹുവിലേക്ക് കൈനീട്ടി പ്രാർത്ഥിക്കണ, നമസ്കരിക്കണ, ആ നമസ്കാരമാണ് ഏറ്റവും വലിയ പെരുമ. അതാണ് നമുക്കുണ്ടാവേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്.
അവന്റെ പ്രതാപം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് ധന്യനാവും. ജനങ്ങളോട് യാചിക്കാതെ പോണ ഒരവസ്ഥ ഉണ്ടാക്കലാണ്. എന്നാൽ റബ്ബിനോട് യാചിക്കുക, ജനങ്ങളോട് യാചിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ സഹോദരന്മാരെ ആലോചിക്കുക, നിങ്ങള് ഈ ഒരു അവസ്ഥ സമയം ഓക്കെ. ഇനി ആലോചിക്കുക നിങ്ങള്, നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകുന്നത്? നമുക്ക് ഞാനും നിങ്ങളൊക്കെ സുപ്രധാനമായ കാര്യം ചെയ്യാതെ അപ്രധാനമായ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത് ലക്ഷ്യബോധമില്ലാത്തത് കൊണ്ടാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ലക്ഷ്യം ഉണ്ടാവില്ല. ഇപ്പൊ എന്റെ കുട്ടീനെ കൊണ്ടുപോയിട്ട് ഞാൻ ഏറ്റവും ടോപ്പ് സ്കൂളിൽ, ആ നാട്ടിലെ ഏറ്റവും വലിയ ടോപ്പ് സ്കൂളിലാക്കി സങ്കല്പിക്കാം അല്ലേ? അവന് വേണ്ട എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു കൊടുത്തു എന്ന് കൂട്ടുക. എന്താ എനിക്ക് ലക്ഷ്യം? ഓന് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം, നല്ല തെർബിയത്ത് അവിടുന്ന് കിട്ടണം, ഓന്റെ ഭാവി സുരക്ഷിതമാവും. പക്ഷെ കുട്ടി എന്താണ്, ഞാൻ അവിടെ ചേർത്തി, ഓൻ വഴിയിലൊക്കെ ഇങ്ങനെ കളിച്ചിരുന്നു. ആ ലക്ഷ്യം ഓൻ അറിയാതെ ഓനിങ്ങനെ കളിച്ചാ പിന്നെന്തുണ്ടാവും? അതിനോട് കാര്യമുണ്ടോ? എന്റെ പണം ചെലവഴിച്ചോണ്ട്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ഈ ദുനിയാവിലേക്ക് ഇട്ട് പടച്ചു വിട്ടതിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഗോള് മനസ്സിലാക്കണം. ആ ഗോള് മനസ്സിലാക്കാതെ നാം ഇങ്ങനെയാണ് ജീവിച്ച് വിനോദത്തിലായി കളിയിലായി അങ്ങനെ എപ്പോഴോ ഒന്ന് മരണാട് വന്ന് അങ്ങോട്ട് മരണം വന്ന് പെടുമ്പോ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പഠിച്ചോനേറ്റ് ഒന്ന് മടക്കിക്കൊണ്ട എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ടോ? ഒരു കാര്യം ഉണ്ടാവില്ല. അതാണ് അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന ആ കൊച്ചു വാക്കുകൾക്കിടയിൽ അള്ളാഹു ചുരുട്ടി വെച്ചിരിക്കുന്ന ഏതാനും ചില ആശയങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കേട്ടതിൽ നിന്ന് അതൊക്കെ മനസ്സിലാക്കി ഗ്രഹിച്ച് ആ ജീവിതം മുന്നോട്ട് അയക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തുബു ഇലൈക്.